ക്രിസ്ത്യൻ മിഷണറികൾക്കെതിരെ ഛത്തീസ്ഗഡിൽ റാലി. അന്താരാഷ്ട്ര തദ്ദേശീയ ജനതാ ദിനത്തിൽ ആദിവാസി ജനവിഭാഗങ്ങൾ നടത്തിയ റാലിയിലാണ് മിഷണറിമാർക്കെതിരെ പ്ലക്കാർഡ് ഉയർത്തിയത്. ആദിവാസികളെ മതപരിവർത്തനം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് പ്ലക്കാർഡ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, മുൻപ് തന്നെ ഛത്തീസ്ഗഡിൽ വലിയ പ്രതിഷേധം അത് ഉണ്ടായത്, പക്ഷേ ഇതുമായി ഇങ്ങനെയൊരു സംഭവത്തിലായിരുന്നില്ല. വലിയ രീതിയിലുള്ള മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപുണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ സർക്കാർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര തദ്ദേശീയ ജനതാ ദിനത്തിൽ ആദിവാസി ജനവിഭാഗങ്ങൾ റാലി നടത്തിയത്, അതും മിഷണറിമാർക്കെതിരെ? പ്രവിധ ഈ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപ് തടഞ്ഞു നിർത്തി, ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ജയിലിലടക്കുകയും കേസെടുക്കുകയും ചെയ്ത സംഭവം, അത് ഈ 3 ആദിവാസി പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി കൊണ്ടുപോകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. അവിടെ ഈ ആദിവാസി പെൺകുട്ടികളെ വ്യാപകമായിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറികൾ ഈ മതപരിവർത്തനം നടത്തുന്നു എന്നാണ് ഈ സംഘപരിവാർ സംഘടനകളുടെ അടക്കം ആരോപണം. അത്തരത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം അത്തരത്തിൽ പ്രതികരണവും നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റാലി ഇന്ന് നടന്നത്. കാരണം ഇന്ന് ഓഗസ്റ്റ് 9 ഇന്ന് അന്താരാഷ്ട്ര തദ്ദേശീയ ജനതാ ദിനമാണ്. അന്ന് എല്ലാ കൊല്ലവും ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ ആദിവാസികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ റാലികൾ നടത്താറുണ്ട്. പക്ഷേ ഇത്തവണത്തെ റാലിയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ ബോയ്ക്കോട്ട് റിലീജിയസ് കൺവേർഷൻ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി ഈ മതപരിവർത്തനത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ റാലി നടന്നത്. പ്രധാനമായും ആദിവാസികൾ അവരുടെ കലാരൂപങ്ങളും അവരുടെ പ്രാദേശിക വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് ഈ റാലികൾ നടത്തുന്നത്. ഛത്തീസ്ഗഡിലെ പല ഭാഗത്തും ആദിവാസി മേൽക്കൈയുള്ള പല ഭാഗത്തും ഇത്തരത്തിൽ റാലി നടത്താറുണ്ട്. അങ്ങനെ ഇന്ന് നടത്തിയ റാലിയിലാണ് ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ ആയിരുന്നോ ഇത്തരത്തിലൊരു റാലി? റാലി ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ റാലി നടത്തുന്നതെങ്കിലും കോൺഗ്രസ് ആരോപിക്കുന്നത് BJP ഈ റാലിക്കിടയിൽ നുഴഞ്ഞു കയറി അവരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നാണ് അവർ ആരോപിക്കുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിലടക്കം അവരുടെ പ്രാദേശിക നമ്മുടെ അന്വേഷണത്തിലടക്കം മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ റാലികൾ നേതൃത്വം നൽകുന്നത് ചില സംഘടനയാണ്. പക്ഷേ ഈ ആദിവാസികൾക്കിടയിൽ തന്നെ BJPക്കടക്കം വലിയ സ്വാധീനമുണ്ട്. അവരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ എന്തിയത് എന്നാണ് അവർ ആരോപിക്കുന്നത്. നിലവിൽ എന്തായാലും ഇന്ന് ഈ റാലികളെല്ലാം പൂർത്തിയായി. ഛത്തീസ്ഗഡിലെ പല ജില്ലകളിലും ഇത്തരത്തിൽ റാലികൾ നടന്നിരുന്നു. ഏതാണ്ട് 20ലധികം ജില്ലകളിൽ ഇത്തരത്തിൽ റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ ചില ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ പ്ലക്കാർഡുകൾ ഏന്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ റാലി നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.